Hi, my dear students. Today we are going to discuss the new topic from stereochemistry, that is the can in gold prolonged system or RS system of nomenclature. In the last classes we have discussed about the optical isomerism of alkenes, nitrogen and sulfur compounds. Now we are moving into the next topic, that is RS nomenclature system. So the system widely used nowadays to specify configurations is a can-in-gold prolonged system or the RS system, where the letters R and S are used to indicate the configurations of a chirality center. Among a pair of enantiomers with one chirality center, one will have the R and the other has S configuration. The notation R stands for rectus, which in Latin means right, and S stands for sinister, which means left. For a molecule containing more than one chirality center, configurations around each chiral center is determined and assigned the R and S notations. So, എന്താണ് ആർ ആൻഡ് എസ് സിസ്റ്റം ഓഫ് നോമെൻക്ലേച്ചർ എന്ന് നോക്കാം. അപ്പോൾ നൗഡേയ്സ് നമ്മൾ കോൺഫിഗറേഷൻസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ആർ ആൻഡ് എസ് സിസ്റ്റം. ഇതിലെ ആറും എസ്സും എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കൈറാൽ ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിന് കൈറാൽ സെൻറ്ററിൻ്റെ കോൺഫിഗറേഷനാണ് ഈ ആർ ആൻഡ് എസ് ലെറ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ ഒരു പെയർ ഓഫ് എനാൻറ്റിയോമർ ഉണ്ടെങ്കിൽ വിത്ത് വൺ കൈറാലിറ്റി സെൻറ്റർ, ഒരു കൈറാൽ സെൻറ്ററുള്ള ഒരു പെയർ ഓഫ് എനാൻറ്റിയോമർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു എനാൻറ്റിയോമറിന് അതിൽ ആറായിരിക്കും, അതർ എനാൻറ്റിയോമറിന് അതിൻ്റെ കോൺഫിഗറേഷൻ എസ് ആയിരിക്കും. ഈ നൊട്ടേഷൻ ആർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർ എന്താ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് റെക്ടസ് എന്നാണ്. അതിൻ്റെ അർത്ഥം റൈറ്റ് ആണ്. എസ് സ്റ്റാൻഡ്സ് ഫോർ സിനിസ്റ്റർ, വിച്ച് മീൻസ് ലെഫ്റ്റ്. ഇനി ഒന്നിൽ കൂടുതൽ കൈറാൽ സെൻറ്ററുള്ള മോളിക്യൂൾ ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള കോമ്പൗണ്ട് നമ്മൾ എന്താ ചെയ്യുക? ഓരോ കൈറാൽ സെൻറ്ററിനും നമ്മൾ ആർ ആൻഡ് എസ് നൊട്ടേഷൻ കൊടുക്കും. ദെൻ ഇപ്പോൾ നമ്മൾ ഒരു മോളിക്യൂൾ വന്നിട്ട് അതിൻ്റെ ആർ ആൻഡ് എസ് നൊട്ടേഷൻ പറയാമെന്ന് പറഞ്ഞാൽ അത് ആറാണോ എസ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കതിനെ അതിലൊരു 3 സ്റ്റെപ്സ് ഉണ്ട് ആ പ്രൊസീജിയറിൽ. ഫസ്റ്റ് വൺ ഈസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കൈറാൽ സെൻറ്റർ. സെക്കൻഡ് വൺ ദ പ്രയോറിറ്റൈസിങ് ദ ഗ്രൂപ്പ്സ് അറ്റാച്ച് ടു ഈച്ച് കൈറാൽ സെൻറ്റർ. തേർഡ് വൺ ഈസ് അസൈൻമെൻറ്റ് ഓഫ് ആർ ആൻഡ് എസ് നൊട്ടേഷൻ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മളൊരു മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൈറാൽ സെൻറ്റർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. സെക്കൻഡ് എന്താ ചെയ്യുക? ആ കൈറാൽ സെൻറ്ററിന് ചുറ്റുമുള്ള മോളിക്യൂളിന് പ്രയോറിറ്റി കൊടുക്കുക. ദെൻ തേർഡ് സ്റ്റെപ്പാണ് അത് ആറാണോ എസ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് അതിന് നൊട്ടേഷൻ കൊടുക്കുക. അങ്ങനെ 3 സ്റ്റെപ്പാണുള്ളത്. അത് ഏതാ? ലെറ്റ് us discuss what were the 3 steps. First one is identification of chiral center. Chiral center എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? The chiral center in the molecule are identified by observing the groups or atom attached to each carbon atom in a molecule. ഓരോ മോളിക്യൂളിലെ കാർബൺ ആറ്റത്തിന് ചുറ്റുമുള്ള ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. നമ്മൾ പറഞ്ഞു 4 നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിരിക്കും. ഒരു മോളിക്യൂൾ കൈറാലാവണമെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഗ്രൂപ്പ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്താൽ ഗ്രൂപ്പ്സൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വിച്ച് ഈസ് ദ കൈറാൽ സെൻറ്റർ. ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രയോറിറ്റൈസിങ് ദ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു ഈച്ച് കൈറാൽ സെൻറ്റർ. അപ്പോൾ ഈ കൈറാൽ സെൻറ്ററിന് ചുറ്റുമുള്ള ഗ്രൂപ്പ്സ് ഉണ്ടാവുമല്ലോ, ആ ഗ്രൂപ്പ്സിന് ഒരു പ്രയോറിറ്റി ഓർഡർ കൊടുക്കണം. ആ ഓർഡർ നമ്മൾ 2 സീക്വൻസ് റൂൾ ഉണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. Let us see what are the sequence rules. This is a topic that you have studied already in your degree classes. Just refresh it from your old textbook or any new textbook. The sequence rule is the actual method whereby the 4 substituents on an asymmetric carbon may be assigned priorities 1, 2, 3 or 4 so that the absolute configuration R and S may be determined. അതായത് പ്രയോറിറ്റി കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഓർഡർ നോക്കിയിട്ട് നമുക്ക് ആറാണോ എസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ റൂൾ 1 നോക്കാം. റൂൾ 1, റാങ്ക് ദ ഗ്രൂപ്പ്സ് ഓർ ആറ്റംസ് ബോണ്ടഡ് ടു ദ അസിമെട്രിക് കാർബൺ ഇൻ ഓർഡർ ഓഫ് പ്രയോറിറ്റി. പ്രയോറിറ്റീസ് ഡിപ്പെൻഡ് ഓൺ അറ്റോമിക് നമ്പർ. ദ ആറ്റം ഓഫ് ഹയർ അറ്റോമിക് നമ്പർ ഈസ് അസൈൻഡ് ഹയർ പ്രയോറിറ്റി. ഒരു മോളിക്യൂൾ എടുത്താൽ നമ്മൾ ചുറ്റുമുള്ള ഗ്രൂപ്പ്സ് കൺസിഡർ ചെയ്യുക. അറ്റോമിക് നമ്പർ കൂടുതലുള്ള ആറ്റം ആയിരിക്കും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്: ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ഓക്സിജൻ, ഗ്രേറ്റർ ദാൻ നൈട്രജൻ, ഗ്രേറ്റർ ദാൻ കാർബൺ, ദാൻ ഗ്രേറ്റർ ദാൻ ഹൈഡ്രജൻ. ഇപ്പോൾ ഈ ഒരു 4-5 മോളിക്യൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്ലോറിനാണ് അറ്റോമിക് നമ്പർ കൂടുതൽ. അപ്പോൾ അതിനനുസരിച്ചാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അറ്റോമിക് നമ്പർ കൂടുതലാണെങ്കിൽ പ്രയോറിറ്റി അതിനായിരിക്കും കൂടുക.
ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. കാർബൺ ഈസ് ബോണ്ടഡ് വിത്ത് ക്ലോറിൻ, SO3H, അയഡിൻ ആൻഡ് ഹൈഡ്രജൻ. ഈ 4 ഗ്രൂപ്പ്സിൽ കൂടുതൽ അറ്റോമിക് നമ്പർ ഉള്ളത് ഏതാ? അയഡിനാണ്. അതുകൊണ്ടാണ് അവിടെ 1 എന്ന് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. ദെൻ അറ്റോമിക് നമ്പർ കൂടുതലുള്ളത് ക്ലോറിനാണ്. സോ അതിന് നമ്മൾ 2 എന്ന് കൊടുത്തു. ദെൻ ഹൈഡ്രജനും സൾഫറും കമ്പയർ ചെയ്യുമ്പോൾ അറ്റോമിക് നമ്പർ കൂടുതൽ ഏതിനാ? ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് സൾഫർ. ദെൻ ലാസ്റ്റ് കിടക്കുന്നതാണ് ഹൈഡ്രജൻ. ഇങ്ങനെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. ഹയർ അറ്റോമിക് നമ്പർ ഉള്ളതിനാണ് കൂടുതൽ പ്രയോറിറ്റി. ദെൻ if two atoms are isotope of same element, the atom of higher mass number has a higher priority. ഇനി നമ്മളിങ്ങനൊരു കേസ് എടുക്കുകയാണെങ്കിൽ 2 ആറ്റം ഉണ്ട്. 2 ആറ്റം ഒരേ എലമെൻറ്റ് ഐസോട്ടോപ്പാണ് കരുതുക. അപ്പോൾ എന്താ ചെയ്യുക? മാസ് നമ്പർ കൂടുതൽ ഏതിനാണോ അതിനാണ് നമ്മൾ ഹയർ പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പോൾ ഹൈഡ്രജൻ്റെ 3 എടുക്കുകയാണെങ്കിൽ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. അപ്പോൾ മാസ് നമ്പർ കൂടുതൽ ഏതാ? 3. അപ്പോൾ അതിനായിരിക്കും പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കാർബൺ ഈസ് ബോണ്ടഡ് വിത്ത് CH3, D, ബ്രോമിൻ ആൻഡ് ഹൈഡ്രജൻ. ഹയർ അറ്റോമിക് നമ്പർ ബ്രോമിൻ ആയതുകൊണ്ട് അത് ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ ദെൻ കാർബൺ ആണ് അടുത്തത്, അതുകൊണ്ട് സെക്കൻഡ് പ്രയോറിറ്റി. ദെൻ ഒരു D ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. D എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീരിയം. അപ്പോൾ ഹൈഡ്രജനേക്കാൾ കൂടുതൽ മാസ് നമ്പർ, അത് രണ്ടും ഐസോട്ടോപ്സ് ആയതുകൊണ്ട് കൂടുതൽ മാസ് നമ്പറുള്ള ഡ്യൂട്ടീരിയത്തിനായതുകൊണ്ട് അത് നമ്മൾ 3rd പ്രയോറിറ്റി കൊടുത്തു. ദെൻ ഹൈഡ്രജന് 4th പ്രയോറിറ്റി കൊടുത്തു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൂൾ. അറ്റോമിക് നമ്പർ കൂടുതലുള്ളതിന് പ്രയോറിറ്റി കൂടുതലായിരിക്കും. ഇപ്പോൾ 2 ആറ്റം ഒരേ എലമെൻറ്റിൻ്റെ ഐസോട്ടോപ്സ് ആണെങ്കിൽ അതിൽ ഹയർ മാസ് നമ്പർ ഉള്ളതിനാണ് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക. ദെൻ സെക്കൻഡ് റൂൾ, if the relative priority of the 2 groups cannot be determined as above, then look for the next atom. Often it may be necessary to proceed atom by atom till a point of difference is obtained. ഇപ്പോൾ ഈ റൂൾ 1 കേസ് പോലെ നമുക്ക് പ്രയോറിറ്റി കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ഓരോ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അതിന് നെക്സ്റ്റ് ആറ്റം കൺസിഡർ ചെയ്യാം, എന്നിട്ട് പ്രയോറിറ്റി കൊടുക്കുക. അതെങ്ങനെ നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഒരു എക്സാമ്പിൾ എന്താ കൊടുത്തിരിക്കുന്നത്? കാർബൺ ഒരു ക്ലോറിനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു കാർബണിന് ചുറ്റും എന്തൊക്കെയുണ്ട്? ക്ലോറിൻ ഉണ്ട്, ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഒരു CH2 CH3 ഉണ്ട്, ദെൻ ഒരു C ബോണ്ട് ടു CH3 another CH3 and H. അപ്പോൾ ഇങ്ങനൊരു കേസിലാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക? പ്രയോറിറ്റി എങ്ങനെയായിരിക്കും കൊടുക്കുക? ഹയർ നമുക്ക് ഫസ്റ്റ് റൂൾ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കിയാൽ ക്ലോറിനാണ് കൂടുതൽ അറ്റോമിക് നമ്പർ. അപ്പോൾ ക്ലോറിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നു. ഇനി നമുക്ക് 3 കേസ് ഉണ്ട്. അതിൽ 2 എണ്ണം കാർബണാണ്, 1 ഹൈഡ്രജനാണ്. അപ്പോൾ കാർബണിനാണ് അറ്റോമിക് നമ്പർ കൂടുതൽ. സോ ഈ 2 കാർബണിൽ ഏതെങ്കിലും ഒന്നാണ് വരിക. അപ്പോൾ അതെങ്ങനെ നമ്മൾ നോക്കുക? അപ്പോൾ ഈ കാർബൺ റൈറ്റ് സൈഡിലുള്ളവരാണെങ്കിൽ ഒരു കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ആ കാർബൺ വേറൊരു കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ 2 കാർബൺ വരുന്നുണ്ട്. ദെൻ നമ്മൾ കൈറാൽ സെൻറ്ററായ കാർബൺ ലെഫ്റ്റ് സൈഡിലാണെങ്കിലോ ഒരു കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ആ കാർബൺ 2 കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ അങ്ങനെ എല്ലാത്തിൻ്റെയും സം ചെയ്യുകയാണെങ്കിൽ ഏതിനായിരിക്കും കൂടുതൽ? ഈ സെക്കൻഡ് എന്ന് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന അതിനായിരിക്കും അറ്റോമിക് നമ്പർ കൂടുതൽ. സോ അതിന് നമ്മൾ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുന്നു. ദെൻ ദാറ്റ് വിൽ ബി തേർഡ് ആൻഡ് ദ ഹൈഡ്രജൻ വിൽ ബി ഫോർത്ത്. അതായത് ഇപ്പോൾ ഫസ്റ്റ് റൂൾ പ്രകാരം അറ്റോമിക് നമ്പർ വെച്ച് നോക്കി നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൈറാൽ സെൻറ്റർ അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്ത ഗ്രൂപ്പും ഏതാണെന്ന് നോക്കും, അതിനനുസരിച്ച് നമ്മൾ പ്രയോറിറ്റി കൊടുക്കും. അതിനൊരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ടത്. ദെൻ തേർഡ് റൂൾ, ഇൻ ദ കേസ് ഓഫ് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് ഐദർ ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ആർ കൺസിഡേർഡ് ആസ് ഡ്യൂപ്ലിക്കേറ്റ് ഓർ ട്രിപ്ലിക്കേറ്റ്. അതായത് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും എണ്ണമായിട്ടായിരിക്കും അത് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ C ഡബിൾ ബോണ്ട് A എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുക C സിംഗിൾ ബോണ്ട് A, ദെൻ ദർ ഈസ് അനദർ C വിത്ത് എ സിംഗിൾ ബോണ്ട് A. അപ്പോൾ എന്താണ്, അങ്ങനെ ഡബിൾ ആയിട്ടാണ് കാണുക. ഇപ്പോൾ C ട്രിപ്പിൾ ബോണ്ട് A ആണെങ്കിൽ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുക? C ഒരു A ആയിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്, ദെൻ ഈ C എഗെയിൻ ഒരു A ആയിട്ട്, ദെൻ എഗെയിൻ ഒരു A ആയിട്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും ട്രിപ്ലിക്കേറ്റും ആയിട്ടാണ് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടൊക്കെ ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യുക. ദെൻ ഫോർത്ത് റൂൾ, orient the molecule so that the groups or atoms with lower priority are directed away from the observer. This is an important rule. നമ്മൾ എവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു റൂളാണ്. അതായത് നമ്മൾ ഓറിയൻറ്റ് ചെയ്ത് ഗ്രൂപ്പ്സൊക്കെ വെച്ചിട്ട്, അതായത് ഈ റൂൾസൊക്കെ വെച്ചിട്ട് 2 സീക്വൻസ് റൂൾസ് വെച്ചിട്ട് നമ്മൾ പ്രയോറിറ്റിയൊക്കെ കൊടുത്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ്, അത് കൂടുതലും ഹൈഡ്രജൻ ആയിരിക്കും എങ്കിലും ഈ ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ് എപ്പോഴും ഒബ്സർവറിന് എവേ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി എവേ ഫ്രം ദ ഒബ്സർവർ.
എന്നിട്ട് മാത്രമേ നമുക്ക് R&S കൊടുക്കാൻ പറ്റുള്ളൂ, നൊട്ടേഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. ദ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഷുഡ് ബി അവേ ഫ്രം ദ ഒബ്സർവർ. Then rule 5. Draw an arrow from the group or atom with highest priority to the group or atom with next priority. If you trace a circular path from 1 to 2 to 3 and the path describes a clockwise rotation, then the center is called R. If the path show counterclockwise rotation, then the chiral center is called S. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ പ്രയോറിറ്റി ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ പാത്ത് നോക്കുക. 1 2 3 കറക്റ്റ് ഈ 1 2 3 ഏത് ഡയറക്ഷനിലാണ് നോക്കുക. അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മളതിന് R എന്ന നൊട്ടേഷൻ കൊടുക്കും. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മളതിന് S എന്ന നൊട്ടേഷൻ കൊടുക്കും. അതാണ് ഇവിടെ പിക്ടോറിയലി കൊടുത്തിരിക്കുന്നത്. ഹൈ ടു ലോ പ്രയോറിറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി R ആൻഡ് ദ ഹൈ ടു ലോ പ്രയോറിറ്റി വിൽ ബി കൗണ്ടർ ക്ലോക്ക് വൈസ് ആൻഡ് ഇറ്റ് വിൽ ബി S. സോ R&S നൊട്ടേഷൻ നമ്മൾ കൊടുക്കുന്നതിന് അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അതൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഫസ്റ്റ് റൂൾ എന്താണെന്നാണ് പറഞ്ഞത്? പ്രയോറിറ്റി ഫസ്റ്റ് നമ്മൾ കൈറാൽ സെൻറ്റർ കണ്ടുപിടിക്കാം. ദെൻ പ്രയോറിറ്റി കൊടുക്കുക. ആ പ്രയോറിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ 2 സീക്വൻസ് റൂൾ മെയിനായിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഫസ്റ്റ് റൂൾ എന്താണ്? അറ്റോമിക് നമ്പർ കൂടുതലുള്ള ആറ്റം ആയിരിക്കും ഹയർ പ്രയോറിറ്റി. ദെൻ ഒരേ എലമെൻറ്റിൻ്റെ 2 ഐസോട്ടോപ്പ് വന്നാൽ ഹയർ മാസ് നമ്പർ ഉള്ളതിനായിരിക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. സെക്കൻഡ് റൂൾ എന്തായിരുന്നു? ഈ ഫസ്റ്റ് റൂൾ ഫെയിൽ ചെയ്താൽ നമ്മൾ എങ്ങനെ പ്രയോറിറ്റി കണ്ടുപിടിക്കും? അതിൻ്റെ തൊട്ടടുത്തുള്ള ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് പ്രയോറിറ്റി കൊടുക്കുക. ദെൻ ഒരു റൂൾ 3 ഉണ്ട്. അത് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റും അത്രയും ട്രിപ്ലിക്കേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദെൻ ഫോർത്ത് ആൻഡ് ഇമ്പോർട്ടൻറ്റ് റൂൾ, ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പിനെ എപ്പോഴും എന്തായിരിക്കും? ഒബ്സർവറിന് അത് ദൂരെ ആയിരിക്കും. ഇറ്റ് ഷുഡ് ബി അവേ ഫ്രം ദ ഒബ്സർവർ. ദെൻ ലാസ്റ്റ് റൂൾ എന്താണ്? ഹയസ്റ്റ് ടു ലോവർ പ്രയോറിറ്റി ഒരു പാത്ത് വരച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ R ആയിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് S ആയിരിക്കും. നമുക്കിനി 2-3 കേസ് നോക്കാം. First, we will discuss the absolute configuration of Fisher projection. You all know what is Fisher projection that you are studying from the degree class level, right? So, for Fisher projections, we want to determine the configuration. So, a molecule is given, a chiral carbon with CH3, H, OH and CH2, CH3. For giving the notation, we should first prioritize the group. എങ്ങനെ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച ആ ഗ്രൂപ്പ് വെച്ചിട്ട് നമുക്കിതിനെ പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്തായിരുന്നു? അറ്റോമിക് നമ്പർ കൂടുതലുള്ള അതിന് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കും. ഇതിൽ അറ്റോമിക് നമ്പർ കൂടുതലുള്ളത് ഓക്സിജനാണ്. അപ്പോൾ ഈ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണ്? 2 കാർബണും 1 ഹൈഡ്രജനും 1 ഓക്സിജനും ഡയറക്റ്റ് ബോണ്ടുള്ളത്. സോ ഓക്സിജനാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ അതിനെ 1 എന്ന് കൊടുക്കുന്നു. ദെൻ CH3 ആൻഡ് CH2 CH3 കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ റൂൾ 2 പഠിച്ച പോലെ സെക്കൻഡ് പ്രയോറിറ്റി CH2 CH3 ആയിരിക്കും. ദെൻ മീഥൈൽ ഗ്രൂപ്പ് തേർഡ് പ്രയോറിറ്റി, ദെൻ ഹൈഡ്രജൻ ഫോർത്ത് പ്രയോറിറ്റി. അങ്ങനെ നമ്മൾ റൂൾസ് അനുസരിച്ചിട്ട് പ്രയോറിറ്റി കൊടുത്തു. ഇനി നമ്മൾ 4ാമതൊരു റൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫോർത്ത് ഗ്രൂപ്പ്, അതായത് നമ്മുടെ ലോവർ പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ് ഇറ്റ് ഷുഡ് ബി അവേ ഫ്രം ദ ഒബ്സർവർ. ഇപ്പോൾ നമുക്കത് 2 കേസുണ്ട്. ഒന്ന് അവേ ആൻഡ് ദെൻ നിയർ. സോ ഫസ്റ്റ് കേസ് നോക്കാം. വെർട്ടിക്കൽ ഓപ്ഷൻ. നമ്മുടെ ഈ കേസിൽ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് വെർട്ടിക്കൽ പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ വെർട്ടിക്കൽ പൊസിഷനിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് അവേ ഫ്രം ദ വ്യൂവർ എന്നാണ്. ഇപ്പോൾ വ്യൂവറിൻ്റെ അവേ ആണ്. അപ്പോൾ നമുക്ക് വേറെ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. പ്രയോറിറ്റി ഓർഡറിൽ നിന്ന് പാത്ത് നോക്കുക. ഇവിടെ 1 2 3 എന്ന് വരുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ ഇറ്റ് ഈസ് R. നമ്മുടെ കോമ്പൗണ്ട് ബ്യൂട്ടാൻ 2 ഓളാണ്. സോ നമ്മൾ R നൊട്ടേഷൻ കൂടെ കൊടുക്കുമ്പോൾ R ബ്യൂട്ടാൻ 2 ഓൾ ആവും. ദെൻ നെക്സ്റ്റ് കേസ്, ദ സെയിം കേസ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നു. സെയിം ഇത്തിരി അപ്പോഴത്തെ പോലെ പ്രീവിയസ് കേസ് പോലെ. ഇവിടെ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. ഈ ഹൊറിസോണ്ടൽ പൊസിഷനിൽ വന്നാൽ അതിനർത്ഥം പോയിൻറ്റിങ് ടുവേർഡ്സ് എ വ്യൂവർ. നമുക്ക് എപ്പോഴും ഇറ്റ് ഷുഡ് ബി പോയിൻറ്റഡ് അവേ ഫ്രം ദ വ്യൂവർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുപോലെ അങ്ങോട്ട് നൊട്ടേഷൻ കൊടുക്കാം. ഇറ്റ് ഈസ് ബട്ട് ഇൻ ദിസ് കേസ് ദ ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് ഇസ് പോയിൻറ്റിങ് ടുവേർഡ്സ് എ വ്യൂവർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ നൊട്ടേഷൻ, ഈ പാത്ത് ഏതാണ് കാണിക്കുന്നത് നോക്കാം. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് ഫിഗർ R നൊട്ടേഷനാണ് കാണിക്കുന്നത്. സിൻസ് ദ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഇസ് ടുവേർഡ്സ് എ വ്യൂവർ, ഹൊറിസോണ്ടൽ പൊസിഷനിലായതുകൊണ്ട് നമുക്ക് കിട്ടിയ നൊട്ടേഷനെ റിവേഴ്സ് ചെയ്യാം. നമുക്ക് കിട്ടിയത് R ആണ്, പക്ഷേ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഹൊറിസോണ്ടൽ പൊസിഷനിൽ വന്നുകൊണ്ട് നമ്മളതിനെ ഇൻവേർട്ട് ചെയ്യും. സോ ഇതിൻ്റെ കോൺഫിഗറേഷൻ S ആണ്.
സോ നമ്മൾ ആദ്യം പഠിച്ചത് ആബ്സൊല്യൂട്ട് കോൺഫിഗറേഷൻ ഓഫ് ഫിഷർ പ്രൊജക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച റൂൾസൊക്കെ പ്രകാരം ഇതിന് പ്രയോറിറ്റി ഓർഡർ കൊടുക്കുന്നു. ദെൻ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എവിടെയാണെന്ന് നോക്കുന്നു. ഇപ്പോൾ വെർട്ടിക്കലിനാണെങ്കിൽ ഇറ്റ് ഈസ് പോയിൻറ്റിങ് ഹെവേ ഫ്രം ദ വ്യൂവർ. അപ്പോൾ പാത്ത് നോക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി ആർ നൊട്ടേഷൻ കൊടുത്തു. ഇനി ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഹൊറിസോണ്ടലിൽ വരികയാണെങ്കിൽ കിട്ടിയ കോൺഫിഗറേഷൻ ഒന്ന് ഇൻവേർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് അവർ കോൺഫിഗറേഷൻ. ഇതാണ് ഫിഷർ പ്രൊജക്ഷൻ്റെ. ഇനി നമുക്ക് വേറെ കേസ് പഠിക്കാം. കേസ് 1. When the group or atom of lowest priority is on continuous solid line, interchange take place. അപ്പോൾ ഫിഷർ പ്രൊജക്ഷൻ അല്ലാത്ത വേറെ പ്രൊജക്ഷനാണിത്. പേഴ്സ്പെക്റ്റീവ് ഫോർമുല വെച്ചിട്ട് നമുക്ക് ഇതിന് നൊട്ടേഷൻ കൊടുക്കണം. സോ ഇവിടെ പ്രയോറിറ്റി ഏതൊക്കെ ഗ്രൂപ്പാണ് ഉള്ളത്? കാർബണിന് ചുറ്റും അയഡിൻ, ബ്രോമിൻ, CH3H. നമ്മുടെ റൂൾസ് പ്രകാരം ഹയർ അറ്റോമിക് നമ്പർ ഉള്ളത് അയഡിൻ. സോ ഇറ്റ് ഈസ് ഗിവൺ 1, ദെൻ ബ്രോമിൻ, ദെൻ CH3, ദെൻ H. ഐ തിങ്ക് ദർ ഈസ് നോ കൺഫ്യൂഷൻ ഇൻ ഗിവിങ് പ്രയോറിറ്റി. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ ലോവസ്റ്റ് പ്രയോറിറ്റി ആയ ഹൈഡ്രജൻ ഒരു സോളിഡ് ലൈനിലാണ് നിൽക്കുന്നത്. സോളിഡ് ലൈൻ എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? സോളിഡ് ലൈൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദ പ്ലെയിനിലാണെന്നല്ല ഇതിനർത്ഥം. അപ്പോൾ പ്ലെയിനിലാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അവേ ഫ്രം ദ ഒബ്സർവറിന് ദൂരമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇൻ്റർചേഞ്ചിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അതുകൊണ്ട് കിട്ടുന്നത്. ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് നമ്മൾ ഫിഷർ പ്രൊജക്ഷൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു. ഇവിടെ പേഴ്സ്പെക്റ്റീവ് ഫോർമുലയിൽ നമ്മൾ നോക്കുമ്പോൾ 3 റെപ്രസെൻറ്റേഷൻ യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദ കണ്ടിന്യൂസ് ലൈൻ, വെഡ്ജസ് ആൻഡ് ദെൻ ബ്രോക്കൺ ലൈൻസ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ നമ്മുടെ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് കണ്ടിന്യൂസ് ലൈനിലാണ് നിൽക്കുന്നത്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഇൻ ദ പ്ലെയിൻ. സോ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടി വരും. ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ ലോവർ പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ് അവേ ഫ്രം ദ ഒബ്സർവർ ആവണം. അവേ ഫ്രം ദ ഒബ്സർവർ ആവണമെങ്കിൽ ബ്രോക്കൺ ലൈനായിരിക്കണം ഹൈഡ്രജൻ. ഇപ്പോൾ ഇവിടെ ബ്രോക്കൺ ലൈനിൽ അയഡിനാണ് കിടക്കുന്നത്. നമുക്ക് ഈ പ്രയോറിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഹൈഡ്രജനെ അയഡിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? താഴെ കൊടുത്തിരിക്കുന്ന ആ ഫിഗർ നോക്കുക. ഡബിൾ ഇൻ്റർചേഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹൈഡ്രജനെ ഓക്സിജനും ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഹൈഡ്രജൻ അയഡിൻ്റെ പ്ലേസിലാവും, അയഡിൻ ഹൈഡ്രജൻ്റെ പ്ലേസിലാവും. ദെൻ ഒന്ന് മാത്രം ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്താൽ മൊത്തം അതിൻ്റെ കോൺഫിഗറേഷനെ മാറും. അപ്പോൾ ബാലൻസുള്ള ആ ബ്രോമിനെയും CH3നെയും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പം എന്നിട്ട് പ്രയോറിറ്റി നോക്കുക, എന്നിട്ട് അതിൻ്റെ നൊട്ടേഷൻ എങ്ങടാ വരുന്നതെന്ന് നോക്കുക. സോ ഇറ്റ് ഈസ് R. നമ്മൾ R എന്ന് കൊടുക്കുന്നു. ആൻഡ് അനദർ എക്സാമ്പിൾ, ഇവിടെയും ഹൈഡ്രജൻ സോളിഡ് ലൈനായിട്ടാണ് കിടക്കുന്നത്. സോ നമ്മളതിനെ ബ്രോക്കൺ ലൈൻസിനെ കൺവേർട്ട് ചെയ്യാൻ Hനെയും COHനെയും കൺവേർട്ട് ചെയ്യുന്നു. ദെൻ അഗെയിൻ ഡബിൾ ഇൻ്റർചേഞ്ചും കൂടെ നോക്കിയിട്ടാണ് നമ്മളതിൻ്റെ പ്രയോറിറ്റി നോക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ R. ബട്ട് ദർ ഈസ് ആൻ ഈസി മെത്തേഡ്. നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു ഈസി മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു ഗ്രൂപ്പ് എടുക്കുക, നമ്മളൊരു മോളിക്യൂൾ എടുക്കുക, അതിൻ്റെ പ്രയോറിറ്റി കൊടുക്കുക. ലോവർ പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ് എവിടെയാണെന്ന് നോക്കുക. ലോവർ പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ് സോളിഡ് ലൈനിലാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ? സോളിഡ് ലൈനിലാണ് ഈ പോയിൻറ്റിങ്, ഇറ്റ് ഈസ് നോട്ട് അവേ ഫ്രം ദ ഒബ്സർവർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ വരുന്ന രീതിയിലുള്ള ആ പാത്ത് എങ്ങനെയാണ് നോക്കുക. ഇങ്ങനെയുള്ള രീതിയിൽ വരികയാണെങ്കിൽ, അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കുകയാണെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിന് മുന്നുള്ള പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 1, 2, 3 ഇറ്റ് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമുക്ക് S ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നേരെ ഈ കിട്ടിയ Sനെ റിവേഴ്സ് ചെയ്യുക. അതായിരിക്കും അതിൻ്റെ ഒറിജിനൽ കോൺഫിഗറേഷൻ. ഇറ്റ്സ് എ സിമ്പിൾ മെത്തേഡ്. സോ R ഈസ് എ കോൺഫിഗറേഷൻ. ഇനി അടുത്ത കേസ് എന്താണെന്ന് വെച്ചാൽ കേസ് 2. when the group or atom of lowest priority is oriented towards the observer, one may rotate the molecule so that priority fourth group point back. ഇവിടെ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് വെഡ്ജ് ലൈനിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളതിനെ റൊട്ടേഷനൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഈ റൊട്ടേഷനൊക്കെ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഈസി മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കിട്ടുന്ന പ്രയോറിറ്റി നമ്മൾ നോർമലി നോക്കുന്ന പോലെ നോക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫിഗർ എങ്ങനെ പ്രയോറിറ്റി ക്ലോക്ക് വൈസ് R ആണ്. സോ പക്ഷേ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് വെഡ്ജിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ കിട്ടിയ നൊട്ടേഷനെ റിവേഴ്സ് ചെയ്യും. അങ്ങനെ നമുക്ക് S കിട്ടുക. അതാണ് ഇവിടെ വേറൊരു രീതിയിൽ എഴുതിയിരിക്കുന്നത്. ഫോർത്ത് ഗ്രൂപ്പ് എബവ് ദ പ്ലെയിൻ ആണെങ്കിൽ ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് നമുക്ക് S ആയിട്ട് എടുത്താൽ മതി. നേരെ റിവേഴ്സ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ R ആയിട്ട് എടുക്കുക. അങ്ങനെ ഇൻവേഴ്സ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്.
സോ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മോളിക്യൂൾ ഇപ്പോൾ പേഴ്സ്പെക്റ്റീവ് ഫോമുല നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എപ്പോഴും ഡാഷ്ഡ് ലൈനിൽ വന്നാലാണ് കറക്റ്റ് ആ നമ്മുടെ റൂൾസൊക്കെ പ്രകാരം കറക്റ്റ് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസ് നോക്കി കൊടുക്കുക. ഇനിയിപ്പോൾ വെഡ്ജ് ലൈനിലാണെങ്കിലും ഡാഷ് ലൈനാണെങ്കിലും ഈ വെഡ്ജ് ലൈനിലാണെങ്കിലും കണ്ടിന്യൂസ് ലൈനിലാണെങ്കിലും ഈസി മെത്തേഡ് എന്ന് വെച്ചാൽ പ്രയോറിറ്റി കൊടുക്കുക, അതിൻ്റെ വേ നോക്കുക, നേരെ റിവേഴ്സ് ചെയ്യുക. ഇതേ തന്നെയാണ് നമ്മൾ ഫിഷർ പ്രൊജക്ഷനിൽ നോക്കിയത്. അപ്പോൾ ഇത് ഹൊറിസോണ്ടലിലാണോ വെർട്ടിക്കലിലാണോ നോക്കി, വെർട്ടിക്കലിലാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം, ഹൊറിസോണ്ടലിലാണെങ്കിൽ നേരെ റിവേഴ്സ് ചെയ്ത് എഴുതാം. ഇവിടെ ഒരു എക്സാമ്പിൾ നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്, ഒന്നിൽ കൂടുതൽ കൈറാൽ സെൻറ്ററുള്ള മോളിക്യൂളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കാൻ വേണ്ടി ഒരു വർക്കായിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി തരികയാണ്. സോ ദിസ് എ സ്മോൾ ടോപ്പിക്. Refer your old textbook for taking more examples and work out for making this notation clearly. Hope you'll understand. Thank you.